ഇതിൻ്റെ ചേഞ്ചർ പ്ലേറ്റ് നോക്ക്, ഫാക്ടറി വന്നേക്കുന്നതുകൊണ്ട് അതിനകത്തായിട്ട് SD എന്നുള്ളതിൻ്റെ ഒരു പഞ്ചിങ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ആകുമ്പോൾ അത് വരത്തില്ല. ഈ ഒരു ക്വാളിറ്റി കാണുമ്പോഴേ അറിയാം നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റിലും തമ്മിൽ. അതേപോലെ ഇതിൻ്റെ പ്ലേ നോക്കി, ഈ റിബേറ്റ് ഇതേവരെ പൊട്ടിച്ചിട്ടില്ല. ഈ റിബേറ്റ് ഓപ്പൺ ചെയ്ത റിബേറ്റ് അല്ല, ഇത് ഫാക്ടറി റിബേറ്റിംഗ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്ലേയോ കാര്യങ്ങളോ നോക്ക്. സാധാരണ നമ്മൾ അഴിക്കുന്ന വണ്ടിക്ക് നല്ല പ്ലേ ആണ് വരാറുള്ളത്. ഇത് പ്ലേയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് റിബേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലേ ഒന്നുമില്ല, നല്ല പക്കയാണ് സാധനം. ഇങ്ങനെ അതിൻ്റെ ഒറിജിനൽ സാധനം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് പലരും പറഞ്ഞു തന്ന അറിവുകളുണ്ട് ഇതിനകത്ത്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നേരിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എഞ്ചിന്റെ കേസ് ഫുള്ള് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കേസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ എസ് ഡിയുടെ നല്ല എല്ലാ എഞ്ചിനും നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ മാക്സിമം പുള്ളർ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. നമ്മൾ പുള്ളറില്ലാതെ അതിന് ഗ്യാപ്പിന് ഇടയ്ക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് നമ്മൾ തിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ആ സർഫസിന്റെ അവിടെ പാടും ചടയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ പാക്കിങ് സീറ്റിങ്ങിന് വ്യത്യാസം വരും, ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ എഞ്ചിൻ ഓപ്പൺ ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത് കറക്റ്റ് പുള്ളർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ സർഫസ് നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും ഇയാണ്ടേ എവിടെയും ഒരു പാടില്ല കേട്ടോ, പക്ക നീറ്റാണ്. ഇതൊരു ഫാക്ടറിയിൽ നിന്ന് വന്ന് ഇതൊരു ഓപ്പൺ ആക്കാഞ്ഞുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അതേപോലെ ഈ ത്രെഡ് നിങ്ങൾ നോക്കിയാൽ നല്ല ശ്രദ്ധിച്ചാൽ മതി, അധികം വലിഞ്ഞിട്ടില്ല. ഒറ്റ തവണ യൂസ് ചെയ്ത ത്രെഡാണിത്. നോക്കിയേ, ഒരു പാട് പോലും ഇല്ല. ഇത് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മളാണ്, ഇത് നമ്മൾ പുള്ളറിനകത്താണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ പാടില്ലാതെ നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ഇളക്കുവാണെങ്കിൽ പാട് വരും. അതുകൂടാതെ എസ് ഡിയുടെ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തായിരിക്കും ചട വരുന്നത്. മിക്കവാറും പഴയ പണിക്കാർ പട്ടൊക്കെ പണിയുമ്പം ഉളിയൊക്കെ വെച്ചാണ് അടിച്ച് ഈ സെൻട്രൽ കേസ് ഇളക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പാട് വീഴാറുണ്ട്. ഇവിടെ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ എൻജിൻ കവറിൻ്റെ ആ നീറ്റ്നെസ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിത് അധികം ആൾക്കാർ റിപ്പയർ ചെയ്ത് നശിപ്പിച്ചതല്ല. പിന്നെ അതേപോലെ വേറെ പല പല കാര്യങ്ങളോടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. സെറ്റ് ചെയ്ത് തുടങ്ങട്ടെ. അതിനാണ് നമ്മളൊരു സൈഡ് അലുമിനിയം സീലാണ് വരുന്നത്. നമ്മളൊരു സൈഡ് അലുമിനിയം സീൽ ഇടുന്നില്ല, നമ്മൾ റബ്ബർ ഓയിൽ സീലാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സീല് വലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ബെയറിംഗ് ഇറക്കിയതിന് ശേഷം നമ്മൾ സീല് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ബെയറിംഗ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഇറക്കുന്നതാണ്. നമ്മളൊരു കാരണവശാലും നമ്മൾ ബെയറിംഗിൽ അധികം ഷേക്ക് വരുന്ന രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ ബെയറിങ്ങിന് ആ ക്ലിയറൻസ് നഷ്ടപ്പെടും. അത് കാരണം നമ്മൾ എഞ്ചിൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോയ്സ് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും ബെയറിംഗ് അടിച്ച് കയറ്റാൻ ശ്രമിക്കാതിരിക്കുക. ഒന്നുകിൽ ഹീറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചറിനനുസരിച്ച് കയറ്റുക, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് കയറ്റാൻ ശ്രമിക്കണേ. നമ്മുടെ ഗിയർ ചേഞ്ചറിൻ്റെ സ്ക്രൂ ആണ് ഇത്, കമ്പനി സ്ക്രൂ തന്നെയാണ്. ഇതിനകത്ത് ലോക്ക് ചെയ്യുന്നൊരു പഞ്ചിങ് ഉണ്ടോ, അത് ഈ 4 സ്ക്രൂവിലും കറക്റ്റായിട്ടുള്ള പഞ്ചിങ് ആണ് വന്നിരിക്കുന്നത്. അതൊരു കമ്പനി പഞ്ചിങ് തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണാം, അതായത് നോക്കി. കാരണം നമ്മൾ സാധാരണ അഴിക്കുന്നതിൽ ഒരുപാട് പഞ്ച് കാണും. പുതിയ സ്ക്രൂ സ്റ്റാറൊക്കെ ആയിരിക്കും മിക്കവാറും ഇടുന്നത്. ഇത് അതിൻ്റെ കമ്പനി സ്ക്രൂ തന്നെയാണ്. കേട്ടോ ആ ഒരു പഞ്ചിങ് ഉണ്ടോ, ഈ 4 നോക്കി, ഈ 4 സ്ക്രൂവിലും ഉണ്ട്. അതെ, ആ പഞ്ചിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ചേഞ്ചർ പ്ലേറ്റ് ഇത് വേറെ ലൂസ് ആകാറുണ്ട്. അത് ലൂസ് ആകാതിരിക്കാൻ വേണ്ടി അത് ലോക്ക് ചെയ്യുന്നതാണ് പഞ്ചിങ്. അപ്പോൾ അതുവരെ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. സ്കൂട്ടർ കിട്ടിയത് കേട്ടോ, ശരി വണ്ടി ഇത് പറഞ്ഞു. ആ അത് നോക്കാം, അടിച്ചു.
അപ്പോൾ നിങ്ങളോട് ഞാൻ ഈ ഒരു എഞ്ചിൻ പൊളിച്ചത് നിങ്ങൾക്ക് തരാനുള്ള ഒന്നേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് എഞ്ചിൻ ഇളക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ ഇളക്കിയപ്പോഴാണ് എനിക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റിയത്. കാരണം ഈ ഒരു ഫാക്ടറി എഞ്ചിൻ എനിക്ക് ഇതുവരെ ഇളക്കി പണിയാൻ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ ആരെ കീഴിയിരുന്ന് പഠിച്ച പണിയല്ല. പിന്നെ ഞാൻ ഈ എഞ്ചിൻ പണിയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മൈസൂർ വലിയ വലിയ മെക്കാനിക്കുകൾ എടുക്കാൻ ഞാൻ കൊണ്ട് വണ്ടി പണിതിട്ടുണ്ട്. അപ്പോൾ അവർ എഞ്ചിൻ പണിയുമ്പോൾ അവരോട് ഇരുന്ന് ഞാൻ അവർ പണിയുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പണിയുന്ന വണ്ടി ഓടുന്നത് കറക്റ്റായിട്ട് ഓടുന്നുണ്ട്, വണ്ടി കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പണിയാൻ ശ്രമിക്കുന്നത് അതിൻ്റെ കണക്കും പ്രകാരം വണ്ടി ഓടണമെന്നാണ്. ഫാക്ടറിയിൽ ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു കണക്കുണ്ടല്ലോ, അതിൻ്റെ രീതിയിൽ ചെയ്യണമെന്നാണ് കൂടുതൽ ആഗ്രഹം. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാനാണ് ശ്രമിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ അളവോ കാര്യങ്ങളോ നമ്മൾ എവിടെ ചോദിച്ചാൽ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടാനോ ആരും പറഞ്ഞു തരാനോ നമുക്കൊരു ചാൻസ് ഇല്ല. അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള വർക്കിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരു അറിവാണ് എനിക്ക് ഇതിൽ കിട്ടിയത്. ഞാൻ മിക്കവാറും പണിയുന്ന വണ്ടികളുടെ ഇത് ലേഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു കനം കുറഞ്ഞ വാഷർ കാണും. ഇതിന് ആ വാഷർ വന്നിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഗിയർ ഈ വീല്, അപ്പോൾ നമ്മുടെ ഈ ഗിയർ വീലിൻ്റെ അടിവശത്ത് ഇതേ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു വാഷർ വരാറുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബുഷിൻ്റെ അവിടെയാണ് ആ വാഷർ ഇട്ട് കൊടുക്കുന്നത്. മിക്കവാറുമുള്ള വണ്ടികളിൽ അതിടും. അപ്പോൾ മിക്കവാറുള്ള എല്ലാ വണ്ടികളിലും കാണും. മിക്കവാറും ഇല്ലാത്ത വണ്ടികളിൽ നമ്മൾ അതേ കനത്തിൽ അന്വേഷിച്ച് ഇട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിചാരം കമ്പനി അങ്ങനെ ഒരു വാഷർ ഉണ്ടെന്നായിരുന്നു. പക്ഷേ കമ്പനി അങ്ങനെ ഒരു വാഷർ ഇല്ല. ആ വാഷർ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതിനുണ്ടെന്നാണ് എൻ്റെ വിചാരം. പറഞ്ഞു തന്നവരും അങ്ങനെ തന്നെയാണ്, ആ വാഷർ ഇതിലുണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ ആ വാഷർ ഇല്ലെന്ന് ഈ എഞ്ചിൻ ഇളക്കിയപ്പോൾ മനസ്സിലായി. കാരണം ഇതൊരു സീൽഡ് എഞ്ചിനാണ്, നമ്മളാണ് ഇത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആ വാഷർ എന്തുകൊണ്ട് ഇടുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ ഇതിൽ കണ്ടുപിടിച്ച്. അതിനൊരു കാരണം എല്ലാവരും പറയുന്നത് പൊതുവേ നമ്മുടെ യമഹ പോലുള്ള 2 സ്ട്രോക്ക് ബൈക്കുകൾക്കൊക്കെ നമുക്ക് സെൻട്രൽ കേസിന് പാക്കിംഗ് ഇല്ല. അതേപോലെ SD-ക്കും പാക്കിംഗ് ഇല്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പാക്കിംഗ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ കൊടുത്ത് പണിയിപ്പിച്ച വണ്ടിയിലും നമുക്ക് പാക്കിംഗ് വന്നിട്ടുണ്ട്. ആ പാക്കിംഗ് ഈ പാക്കിംഗ് ആണ് നമ്മൾ ഇടാറുള്ളത്. നമുക്കിതാണ് കിട്ടാറുള്ളത്. ഇപ്പോൾ നമ്മൾ മൈസൂരല്ല എവിടെ വർക്ക് ചെയ്താലും സെൻട്രൽ ചേസിൽ ഇടുന്ന പാക്കിംഗ് ഈ പാക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഇളക്കിയപ്പോൾ ഞാൻ വിചാരിച്ച പാക്കിംഗ് ഇല്ലെന്നാണെന്ന് കരുതിയത്. പക്ഷേ ഇതിനകത്ത് പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി പാക്കിംഗ് ഉണ്ട്, പക്ഷേ പാക്കിംഗ് വളരെ ഡിഫറൻ്റ് ആണ്. അതായത് ഇതിൻ്റെ കനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഈ വാഷർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കാരണം. കാരണം നമ്മൾ ഈ പാക്കിങ്ങിന് കനം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ 2 ചേസ് തമ്മിൽ അകലിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗിയറിൻ്റെ നോയിസും ഒരച്ചിലും റോക്കിങ്ങിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റോക്കിങ്ങിൻ്റെ 3rd ഗിയർ വീലിനാണ് ഒരച്ചിൽ കൂടുതൽ. എൻ്റെ റോക്കിങ്ങിന് ആ ഒരച്ചിലുണ്ട്. നമ്മൾ ചെയ്ത വണ്ടിയാലും പല വണ്ടികളെ അപൂർവമായുള്ള വണ്ടികളിൽ മാത്രമുള്ള ആ ഒരച്ചിലില്ലാത്ത അതിനൊക്കെ കാരണം ഈ ഒരു പാക്കിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പാക്കിങ്ങേ ഉള്ളൂ. എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും വണ്ടി ഓടുന്നുണ്ട്, വേറെ പ്രോബ്ലങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ പാക്കിങ് ഇതല്ല. ആ പാക്കിങ് കൂടെ നിങ്ങളെ കാണിക്കാം. നമുക്കൊരു പാക്കിങ് പേപ്പറിൽ മേക്ക് ചെയ്തിടാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ അതായിരിക്കും. അതിൻ്റെ ഒരു കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയൊരു അറിവാണ് ഞാൻ നിങ്ങളോട്ട് പകരുന്നത്. ഈ ഒരു പാക്കിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 1 mm ഉണ്ട് ഇതിൻ്റെ ഒരു തിക്നെസ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതിൻ്റെ തിക്നെസ് കണ്ടോ. ഈ ഒരു പോർഷനിലോട്ട് നോക്കിയാൽ കണ്ടോ അതിൻ്റെ തിക്നെസ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പാക്കിങ്ങിൻ്റെ തിക്നെസ് കൂടെ കാണിക്കുക. അതും ഞാൻ അളന്നപ്പോൾ അത് 1/2 mm ഉള്ളൂ. ഇതിൻ്റെ നേരെ പകുതിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് കണക്കാക്കിയായിരിക്കണം വാഷ് ഇടാം. ഈ ഒരു സാധനം ഇടുവാണെങ്കിൽ വെറുതെ വാഷർ ഇടരുത്. ഇപ്പോൾ ഈ ഒരു കണക്ക് മനസ്സിലാക്കുക. നമുക്ക് 1 mm ആണ് പാക്കിങ്, കമ്പനി വരുന്ന 1/2 mm ആണ് പാക്കിങ്. അപ്പോൾ അതുകൊണ്ട് അതിന് കണക്കാക്കിയായിരിക്കണം നമ്മൾ വാഷ് ഇടുവാണെങ്കിൽ. മാക്സിമം ഈ പാക്കിങ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ആ ഒരു തിക്നെസ് പാക്കിംഗ് പേപ്പറിൽ നമുക്ക് മേക്ക് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ആ ഒരു ഫാക്ടറി ലെവലിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ ആ പാക്കിംഗ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. കമ്പനി നമ്മൾ ഇതിന് യൂസ് ചെയ്യാൻ പോകുന്ന കമ്പനി പാക്കിംഗ് തന്നെ, വേറെ പാക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കമ്പനി പാക്കിംഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്ര സേഫായിട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പശയോ കാര്യങ്ങളൊന്നും ആടിയിട്ടില്ല. പക്ഷേ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പശ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കമ്പനി വന്ന പാക്കിങ് കണ്ടോ. ഇതിൻ്റെ തിക്നെസ് നോക്ക്. ഇത് വളരെ തിക്നെസ് കുറഞ്ഞൊരു പാക്കിംഗ് ആണ്. ഇനിയും ഈ ഒരു പാക്കിങ് ഇതേവരെ ഞാനൊരു SD-യിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാക്കിങ് കാണുന്നത്. ഈ വണ്ടി ഇളക്കിയിട്ടില്ലെന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ ഓരോ സ്ക്രൂവിലും നമുക്കറിയാം. അതിൻ്റെ ഓരോ സ്ക്രൂവിൻ്റെ ഫിനിഷിങ്ങും അതേ ടൂൾ യൂസ് ചെയ്യാത്ത. കാരണം പണ്ടൊക്കെയുള്ള വണ്ടികളിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കൂട്ട് ആരും ടൂൾ യൂസ് ചെയ്യാറില്ല. എല്ലാവരും എങ്ങനെയെങ്കിലും വെട്ടി അഴിക്കാറുള്ളത്. നമ്മൾ പ്രോപ്പർ ടൂളിട്ടാണ് ഇപ്പോൾ അഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സ്ക്രൂ നിങ്ങളെ കാണിച്ചു തരാം. ഈ എഞ്ചിൻ്റെ ഒരു ക്വാളിറ്റി, ഈ ഗിയർ വീൽ ഇതിൻ്റെ ഒരേ സാധനം ഒറിജിനലാണ്. ഇതിനകത്ത് അതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ വണ്ടി ഇതുവരെ ഇളക്കിയിട്ടില്ല. ഫസ്റ്റ് നമ്മൾ സെൻട്രൽ കേസ് നമ്മളാണ് ഓപ്പൺ ചെയ്യുന്നത്. സെൻട്രൽ കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പാക്കിങ് വന്നു. ഈ ഒരു സർഫസ് തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിനകത്തൊരു പാടോ കാര്യങ്ങളോ അത്രയ്ക്ക് നീറ്റാണ് ഈ സർഫസ്. അതുകൊണ്ട് ഇത് തന്നെ ഒറിജിനൽ പാക്കിംഗ് ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെ നമ്മൾ ഇടാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു കണക്കും പ്രകാരമായിരിക്കും നമ്മൾ എഞ്ചിൻ്റെ സെൻട്രൽ കേസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗിയർ വീലിന് നോയ്സ് വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വീല് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിക്നെസ്സിന് വ്യത്യാസവും വരും. ഇത് ഒറിജിനൽ സാധനമാണ് ഇരിക്കുന്നത്. എന്നാലും ഇതിൻ്റെ അളവ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ നോക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഗ്യാപ്പ് നോക്ക്. 1/2 mm ആണ് നിങ്ങൾക്ക്
ഈ ഒറിജിനൽ പാക്കിങ് കാണിക്കുന്നത് 1/2 mm. അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന പാക്കിങ് കൂടെ കാണിച്ചു തരാം. അതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെ, ഇതിനകത്ത് നോക്കുക, കറക്റ്റ് 1 mm ആണ് ഇതിൻ്റെ ഗ്യാപ്പ്, കറക്റ്റ് 1 mm ഉണ്ട് ഇതിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ 1/2 mm വ്യത്യാസം, ഈ 1/2 mm വ്യത്യാസം നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട, അത് വ്യത്യാസം തന്നെയാണത്. ഒരു കാരണവശാലും ആ ഒരു വ്യത്യാസം ഉണ്ടാകാതെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ വലിയ മെക്കാനിക്കാണ് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയല്ല, ഒരേ വണ്ടികളിൽ നിന്നും ഒരേ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അതൊരു പാഠമാക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഒന്നിലും പൂർണ്ണനല്ല, മെക്കാനിക്കൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്രാങ്ക് നമ്മൾ കയറ്റിയിട്ടില്ല, കാരണം ഗിയറെല്ലാം സ്മൂത്തായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ക്രാങ്ക് ഇട്ട് അടയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം അടച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. നമുക്ക് SD ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും തുറക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ഒരു ഫാക്ടറി സാധനം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്മൂത്ത്നെസ് ഉണ്ട്, നമുക്ക് ചെയ്യാനും വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു അവസരം ഈ ഒരു വണ്ടിയിൽ കിട്ടിയത് വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയ അറിവാണെങ്കിൽ ശരി, ഞാൻ നിങ്ങളോട് ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സ് നല്ല സ്മൂത്തായിട്ട് വീഴുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗിയർ ബോക്സ് നമ്മൾ കയ്യിൽ നല്ല സ്മൂത്തായിട്ട് വീഴണം, അതാണ് നമ്മുടെ ഗിയർ ബോക്സ് സെറ്റിങ്ങിൻ്റെ കണക്ക്. അപ്പോൾ അതിൻ്റെ ഗിയർ വീഴുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ക്രാങ്കിൻ്റെ ഫിനിഷിംഗ് ആണ് നോക്കിയത്. ആ ക്രാങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒറിജിനൽ കണക്ട് റാഡാണ് ഈ KF എന്ന് പറയുന്ന ഒരു സീരീസാണ് കേട്ടോ അത് കാണിച്ചിരിക്കുന്നത്. കണ്ടേ, അതിനകത്ത് വന്നിരിക്കുന്ന കണക്റ്റിംഗ് റാഡാണ്. ഇപ്പം കേസിനകത്ത് നല്ല ടൈറ്റ് ആയിരിക്കണം ബെയറിങ്. മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കണം ബെയറിങ്, സ്ലീവ് ചെയ്തായാലും എങ്ങനെ ആയാലും. കാരണം ഇത്രയും വലിയ ക്രാങ്ക് വരുന്നതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു സൈഡ് 2 ബെയറിങ്, ഒരു സൈഡ് 1 ബെയറിങ് വരുന്നത്. നമുക്ക് അത് നല്ല ടൈറ്റ് ആയിരിക്കണം, ഇത്രയും വെയിറ്റ് ഉള്ള ക്രാങ്കാണ്. അപ്പം മാക്സിമം ടൈറ്റിൽ വന്നാലേ നമുക്ക് ജർക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ വണ്ടി ഓടത്തുള്ളൂ. അപ്പം മിക്കവാറും നമ്മൾ ഈ അടിച്ചു വരുന്ന സമയത്ത് കേസിനകത്തൊക്കെ ഓവലായിരിക്കും, അപ്പോൾ അത് പുഷ് ചെയ്യാൻ മാക്സിമം എല്ലാവരും ഓർക്കുക. ഇതിനകത്ത് ഈ ബെയറിംഗ് അറിയുമ്പോൾ ഒത്തിരി പാടുപെട്ടാണ് ഇതിനകത്ത് ബെയറിംഗ് ഊരിയത്. അപ്പം ബെയറിംഗിൻ്റെ ടൈറ്റ് ഏകദേശം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്ത് തന്നെ കയറ്റുന്നത്. നമ്മൾ ഈ അടിച്ച് കയറ്റുമ്പോഴാണ് ഈ കേസിനകത്ത് തേയ്മാനം വന്നിട്ട് ഈ പറഞ്ഞ ബെയറിംഗ് ലൂസാകാൻ ചാൻസ് കൂടുതൽ. ഇത് ഞാൻ പുള്ളർ ഉപയോഗിച്ചാണ് കയറുന്നത്, ഒരിക്കലും തട്ടിക്കയറ്റാൻ പാടില്ല. മിക്കവാറുള്ള ഒരു ക്രാങ്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തൊരു ഷാഫ്റ്റ് വെച്ച് അടിച്ചിറക്കാറുണ്ട്, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ക്രാങ്കിനെ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. നമ്മൾ വീണ്ടും ഇത് കയറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് നഷ്ടപ്പെടുവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഈ അലൈൻമെൻറ്റ് നഷ്ടപ്പെടാതെ തന്നെ ക്രാങ്ക് അത്ര സേഫായിട്ട് നമ്മൾ കൊണ്ടുവന്ന് കയറ്റേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ക്രാങ്ക് ഇറക്കുന്നത്. അങ്ങനെ പുള്ളറി കയറ്റുന്നത് കാണിക്കാം. എന്നിട്ട് ഫ്ലൈവീലിനെ നട്ട് പുല്ലിനെ നട്ട്